അഭിനയ മികവ് കൊണ്ട് ദേശീയ പുരസ്കാരം നേടിയ സുരാജ് വെഞ്ഞാറമൂടാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഓണച്ചിത്രങ്ങളിലൂടെ വീണ്ടും മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച സുരാജ് വെഞ്ഞാറമൂടിന് ന്യൂസ് 1 മോർണിംഗിലേക്ക് സ്വാഗതം. നമസ്തേ. എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണാഘോഷങ്ങളൊക്കെ? ഓണാഘോഷങ്ങളെല്ലാം ഗംഭീരമായി. ഓണാഘോഷം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ ഇറങ്ങുക, അല്ലെങ്കിൽ ആൾക്കാർ ഗംഭീരമെന്ന് പറഞ്ഞ് നല്ല ഉഗ്രൻ സിനിമ ഭയ്യ ഭയ്യ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നതാണ് എൻ്റെ ഓണാഘോഷം എന്ന് പറയുന്നത്. പിന്നെ വീട്ടിൽ ചെല്ലുക, ഭക്ഷണം കഴിക്കുക, അത് സ്ഥിരമുള്ളതാണല്ലോ. ഒരു സിനിമ ഹിറ്റായ സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള അനുഭവമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യവും സിനിമയെക്കുറിച്ച് കിട്ടിയ പ്രതികരണങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട ആഘോഷം. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു ഭയ്യ ഭയ്യയെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ? നല്ല പ്രതികരണമാണ്. കാരണം കുടുംബ പ്രേക്ഷകർക്ക്, അതായത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് അസഭ്യങ്ങളൊന്നുമില്ലാതെ വളരെ ക്ലീൻ എൻ്റർടൈനർ എന്ന് പറയുന്നത് ഭയ്യ ഭയ്യ തന്നെയാണ്. അപ്പോൾ പ്രേക്ഷകർ കണ്ടതിന് ശേഷം അവർ വിളിച്ച് ഇത്രയും നല്ല അഭിപ്രായം പറയുമ്പോൾ അതിൽ ഒരു വലിയ സന്തോഷം തോന്നുന്നു. ഭയ്യ ഭയ്യ പിന്നെ ഒരു പുതിയ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ പുതിയ കൂട്ടുകെട്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷമുള്ള വീണ്ടുമുള്ള ഒരു ഒത്തുചേരൽ, ഈ ഒത്തുചേരലിൽ ഭാഗവാക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ. എപ്പോഴും ചാക്കോച്ചനും ബിജു മേനോനും ഒരുമിച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ഹിറ്റായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റർ ബെന്നി പി നായരമ്പലവും ജോണി ആൻ്റണി എന്ന് പറയുന്നത് കുട്ടികൾക്കേറെ പ്രിയപ്പെട്ട ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിക്കുമ്പം തന്നെ നമുക്കറിയാം അതൊരു വലിയ ഹിറ്റാകാൻ ചാൻസുള്ള ഒരു പടമാണെന്ന്. അപ്പോൾ അതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉഡായിപ്പ് സോമൻ എന്നാണ്. എൻ്റെ സ്വഭാവമൊന്നും അങ്ങനെയൊന്നും അല്ല. പക്ഷേ എന്നാലും ആ ക്യാരക്ടറിൽ ഉഡായിപ്പ് മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ട് നല്ലൊരു ക്യാരക്ടർ കൂടിയാണ് ഉഡായിപ്പ് സോമൻ്റേത്. ത്രൂ ഔട്ട് ഹ്യൂമറാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, അതിൽ ബിജു മേനോനായാലും ചാക്കോച്ചനായാലും പിന്നെ ഷമ്മി ചേട്ടനായാലും തെസ്നി ചേച്ചി, എല്ലാവരും മനോഹരമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സും അവരവരുടെ ഭാഗം ക്ലിയറാക്കുകയും എല്ലാവരും ചിരിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ തിയേറ്ററിൽ പോയിരുന്നു കണ്ട. അപ്പോൾ എല്ലാവരും കൈയടിച്ച് ഫുൾ ടൈം ചിരിക്കുക. ആ ചിരി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സിനിമ ചെയ്തത്. എല്ലാ സിനിമകളും കഷ്ടപ്പെട്ടാണ്. പക്ഷേ ഇത് ഈ ട്രാവലിംഗ് പോർഷനൊക്കെ എടുത്തത് നമ്മുടെ കമ്പം തേനി ഭാഗത്തൊക്കെയാണ്. അവിടെ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ സൂര്യനിലേക്ക്. അപ്പോൾ ചൂട് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഗംഭീര കത്തിപ്പൊരിയുന്ന വെയിലത്താണ് അതിൻ്റെ ഷൂട്ടിങ് നടന്നത്. അപ്പോൾ അത്രയും നമ്മൾ നന്നായിട്ട് ശാരീരികമായിട്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ തിയേറ്ററിൽ വന്ന് ഇത്രയും പേര് കണ്ട് ഗംഭീരം എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. അന്നത്തെ കഷ്ടപ്പാടുകളെല്ലാം ഇപ്പോൾ വളരെ സന്തോഷമുള്ള അനുഭവമായിട്ട് മാറുകയാണ്. ഈ ഭയ്യ ഭയ്യകൾക്കിടയിൽ ഒരു ഉഡായിപ്പുകാരനായി കൂടെ കൂടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വികാരങ്ങളുണ്ട്. ഇത് പുറത്തെങ്ങനെ പങ്കുവെക്കാൻ കഴിയുന്നുണ്ട്? സിനിമയ്ക്ക് പുറത്ത് ഞാൻ ഉഡായിപ്പുകാരനല്ലല്ലോ, എൻ്റെ ക്യാരക്ടറാണ് ഉഡായിപ്പ്. സിനിമയ്ക്ക് പുറത്ത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉഡായിപ്പുകാരനായിട്ടാ. സിനിമയിലെ ക്യാരക്ടർ ഉഡായിപ്പ് സോമൻ എന്നാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ ബംഗാളി ബാബുവായിട്ട് പിന്നെ ബിജു മേനോനും മലയാളി ബാബുവായിട്ട് ചാക്കോച്ചനുമാണ്. അപ്പോൾ ഇവർ ഒരുമിക്കുന്ന പണി സൈറ്റിലെ ജോലിക്കാരനാണ് ഞാനും. അവരും ജോലിക്കാരാണ്. കെട്ടിടം പണിയുടെയൊക്കെ മേസ്ത്രിമാരുടെയൊക്കെ കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണ്. വലിയ ഫ്ലാറ്റുകൾ പണിയാനെത്തുന്ന ബംഗാളി ആൾക്കാർ. അപ്പോൾ ബംഗാളിൽ നിന്ന് ആദ്യമായിട്ട് വന്ന ആളാണ് ബിജു മേനോൻ്റെ ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹം മലയാളം അത്രയും വഴങ്ങില്ല. ആ ഒരു സ്ലാങ്ങിനുണ്ടാകുന്ന ഹ്യൂമറുകൾ. അപ്പോൾ ഇവരോടൊപ്പം പണി ചെയ്യുന്ന ആളാണ് ഞാനും. അപ്പോൾ ഒരു യാത്രയെന്ന് പറയുന്നത് ഒരാൾ കൊല്ലപ്പെടുകയും മരണപ്പെടുകയും ആ ബോഡിയും കൊണ്ട് പോകുന്ന ഒരു യാത്രയിൽ സംഭവിക്കുന്ന പല പല പ്രശ്നങ്ങളാണ്. പ്രേക്ഷകരെ കൃത്യമായി ചിരിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങളെപ്പോലുള്ള നടന്മാർ. യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചിരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഇവരെ പോലുള്ള എഴുത്തുകാരും സംവിധായകരും ഉള്ളത് വലിയ ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയ വിരലിലെണ്ണാവുന്ന നല്ല തിരക്കഥാകൃത്തുക്കളേ ഉള്ളൂ. പുതിയ അപ്കമിങ് ആയിട്ട് വരുന്ന ആൾക്കാരും
വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ടെക്നീഷ്യൻസും ഉണ്ട്. എന്നാലും ഒരു എന്താ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്ന തിരക്കഥ തന്നെയാണ്. ഇപ്പോൾ കോമഡി ആയാലും നല്ലൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ പറയും അയാളുടെ കോമഡി മഹാവാദം കേട്ടോ, അല്ലെ മഹാബോർ എന്ന് പറയാൻ കാരണം ആക്ടർ മോശമായതുകൊണ്ടല്ല, അതിന് ഒരു സ്ക്രിപ്റ്റ് പെർഫെക്റ്റ് ആവണം. മീൻസ് ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റൂ. അല്ലാതെ ഒരു കൊമേഡിയനാണെന്ന് പറഞ്ഞിട്ട് വെറുതെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ജനം ചിരിക്കണമെന്നില്ല. കറക്റ്റ് സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും ചെയ്യാം. സുരാജിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഈ സിനിമയിൽ ചെറിയൊരു ഉടായ്പ പണി നടത്തിയിട്ടുണ്ട്. സിനിമയ്ക്ക് ഒരു പാട്ട് എഴുതി എന്നത് അതൊരു അരങ്ങേറ്റമാണ്. അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു പാട്ട് എഴുതി, അത് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെയൊക്കെ വെച്ചിട്ടാണ്. കഥാപാത്രങ്ങളും പിന്നെ ബയ്യയിലെ ബയ്യാമാരെയും പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ, സലീം കുമാർ ഏട്ടൻ, എല്ലാവരെയും കൂടെ ചേർത്തിട്ട് ഈ ഓണത്തിനൊരു പാട്ട് ഞാൻ തന്നെ എഴുതിയത്. ബെഞ്ചിന എന്ന് പറയുന്ന അങ്ങനെ ആരാണ് മ്യൂസിക് ചെയ്തത്. എന്തായാലും അത് വളരെ ഹിറ്റാണ്. പ്രൊമോഷൻ സോങ് പാട്ട് സിനിമയിലില്ല, പക്ഷേ പുറത്ത് ഓൺലൈനിൽ അത് ഹിറ്റാകുന്നു. അതെ, എന്ത് സന്തോഷമാണ് തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് തന്നെ ഒത്തിരി ലൈക്ക് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമ ബയ്യ സിനിമ വിജയിപ്പിക്കാൻ കാരണമായ എല്ലാ പ്രേക്ഷകർക്കും, അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയയിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു വലിയ നന്ദി ഞാൻ അറിയിക്കും. ഇത്തരം ഉടായ്പകൾ ഇനിയും തുടരാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ പാട്ട് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ ഡിക്സേട്ടൻ ഇതിൻ്റെ കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു, സുരാജ് പെട്ടെന്നൊരു പാട്ട്, ഒരു കോമഡി ഒന്ന് എഴുതാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ ശ്രമിക്കാം. അങ്ങനെ കുറച്ച് എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ശരി അങ്ങനെ എഴുതിയതാണ്. ഇപ്പം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ഈ ഓണം കുറച്ചുകൂടി സജീവമാക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എല്ലാ ഓണത്തിനും എനിക്ക് ഓണ ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യവും ഈ വലിയ ടീമിനോടൊപ്പം ബിജു മേനോൻ, ചാക്കോച്ചൻ കൂട്ടുകെട്ടിനോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയെന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷമാണ്. പിന്നെ നമ്മൾ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് കഥയല്ല, ആ സിനിമ ഗംഭീരം എന്ന് ഇല്ലെങ്കിൽ അടിപൊളിയാണ്, തിയേറ്ററിൽ ഫുൾ ടൈം ഇരുന്ന് ചിരിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അവാർഡിനേക്കാൾ ഉപരി നമുക്ക് കിട്ടുന്ന കയ്യടി, ആ ചിരി, അത് തന്നെയാണ് ഏറ്റവും വലിയ അംഗീകാരം. അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. ഈ വർഷത്തെ ഓണച്ചിത്രങ്ങളിൽ ബയ്യയെ ഒഴിവാക്കി ഒരു കാര്യവും നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിൽ ബയ്യ ഹിറ്റായി എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. അതിൽ ഒരുപാട് പ്രതികരണവും ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സുരാജിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച ഏറ്റവും നല്ല പ്രതികരണം, ഏറ്റവും സന്തോഷം തോന്നിയ പ്രതികരണം ഏതായിരിക്കും? എനിക്ക് കിട്ടിയതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഫാമിലി ആയിട്ട് പോയി കണ്ടിട്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സമയം പോലും നമുക്ക് ബോറടി വരുന്നില്ല. തുടക്കം മുതൽ അവസാനം വരെയും ചിരിക്കാൻ, പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ, അതായത് നല്ല നല്ല ലൊക്കേഷൻസുകൾ കാണാൻ, ബംഗാൾ കാണാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നല്ല വിദ്യാസാഗറിൻ്റെ നല്ല പാട്ടുകളുണ്ട്. പിന്നെ ഞാൻ അസാധ്യമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഉടായ്പായിരുന്നു. അത് പക്ഷേ എൻ്റെ ടൈമിങ്ങിനനുസരിച്ചിട്ട് ചാക്കോച്ചൻ വന്നിട്ടില്ല. ചാക്കോച്ചൻ വലിയ ഡാൻസറാന്നൊക്കെ പറയുന്നു, പക്ഷേ എൻ്റെ ഡാൻസിൻ്റെ ടൈമിങ്ങുമായിട്ട് അത്ര പോരാ. ഞാൻ ആളോട് പറഞ്ഞു. അപ്പോൾ എന്താ ചാക്കോച്ചൻ്റെ പ്രതികരണം? ചാക്കോച്ചൻ പറഞ്ഞ് മതി, നിർത്തിക്കോന്ന് പറഞ്ഞു. എൻ്റെ പണി പോകും, ഡാൻസ് ചെയ്യേണ്ടതില്ല. ചാക്കോച്ചനൊക്കെ ഉഗ്രൻ ഡാൻസർ അല്ലേ. നമ്മൾ മാക്സിമം നമുക്ക് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നില്ല. ഡാൻസ് ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഒരു വിജയം പിന്നെ അത് വന്ന് ഞാനിപ്പോൾ പാട്ട് നമ്മൾ ചെയ്തിട്ട് അപ്പോഴൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ തിയേറ്ററിൽ പോയിരുന്ന് അത് കണ്ടപ്പോൾ കൊള്ളാലോ, അപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റും, മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാനും പറ്റും എന്ന് നമുക്ക് തോന്നി. പാട്ട് എഴുതാൻ പറ്റുമെന്ന് തോന്നി, പിന്നെ ഡാൻസ് ചെയ്യാൻ പറ്റും. തമാശ മാത്രമല്ല, കാര്യമായ കലാകാരനാകാൻ കഴിയുമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന് ഞാൻ ഇറങ്ങിത്തിരിക്കും.
അല്ലാത്തതിന് നമ്മൾ വെറുതെ പോയി നാണം കെട്ടരുത്. ഇപ്പോൾ പാട്ടെഴുതിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അവാർഡിൻ്റെ ഒരു നിറവായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായി ഉള്ളത്. ഇപ്പോഴും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകും. അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അവാർഡും ഇത്തരം സന്തോഷങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ സുരാജ് ഇത് സമർപ്പിക്കുന്നത് ആർക്കാണ്? എല്ലാം ദൈവത്തിനും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. അവരില്ല എങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഗ്രൗണ്ട്, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായിട്ട് മിമിക്രി ചെയ്യും, ഇല്ല എങ്കിൽ നന്നായിട്ട് ഡ്രാമ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കലാകാരനാണെന്ന് പറഞ്ഞിട്ട് കഥയില്ല. നമുക്കതിനുള്ളൊരു വേദി കിട്ടുക. വേദി കിട്ടിയാലും പോരാ, കാണാൻ ഓഡിയൻസ് ഉണ്ടാവുക. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചാലും ഇല്ലെങ്കിൽ സ്റ്റേജ് ഷോ ചെയ്താലും അത് കാണാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ അവരുടെ ആ പ്രോത്സാഹനം കണ്ടിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൽ, അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിനോടും പ്രേക്ഷകരോടും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ തന്നെ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കാരണം ആർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന കാലഘട്ടമല്ല ഇപ്പോൾ. കാര്യം വെച്ചാൽ അവർക്ക് ടൈമില്ല. ചില ആൾക്കാരൊക്കെ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവർക്ക് തന്നെ 150 കൂട്ടാൻ കാര്യമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കാൻ? ഇപ്രാവശ്യത്തെ ഓണം പിന്നെ ഈ തിരക്കുകൾക്കിടയിൽ ഓടി വീട്ടിലെത്താനും ഭാര്യയോടും മക്കളോടും ഒക്കെ കഴിക്കാനും ഒക്കെ ഭാഗ്യമുണ്ടായി. അത് ഇപ്പോൾ കസിൻസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടുത്തെ തൊട്ടടുത്താണ് വേറൊരു ലൊക്കേഷൻ നോക്കി വെച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഓണനാളിൽ ബ്രേക്ക് ഇല്ല എന്ന് പറഞ്ഞതാ, പെട്ടെന്ന് ബ്രേക്ക് വന്നു. നേരെ വീട്ടിൽ വന്നു. വൈഫും കുട്ടികളും അമ്മയും അച്ഛനും എല്ലാവരുമായിട്ട് ഓണത്തിന് ഒരുമിച്ച് കൂടി. നമ്മളെല്ലാവരും പോയി സിനിമകൾ കണ്ടു. ഇനി നാളെ മുതൽ അടുത്ത് വീണ്ടും ലൊക്കേഷനിലേക്ക് പോകണം. ഓക്കെ, ഈ തിരക്കുകൾക്കിടയിൽ ഈ വലിയ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് ശേഷം ഇതിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടിയും സമയം കണ്ടെത്തിയതിൽ വളരെയധികം സന്തോഷം. കൂടുതൽ ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന മഹാനടനായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഇനി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ന്യൂസ് സെൻ്ററിലേക്ക്.